ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ചാപ്റ്ററല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പൊസിഷൻ ആൻഡ് ടേം അല്ലെങ്കിൽ പേജ് നമ്പർ 15 വരെ നമ്മൾ എത്തിയായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ ഒരു പാർട്ട് മാത്രം കണ്ട് മനസ്സിലാക്കിയിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. കാരണം അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. പൊസിഷനും ടേമും ഒക്കെ എന്താണെന്നും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അറിയാവുന്ന മക്കൾ വേഗം വായോ, നമുക്ക് അടുത്തത് പഠിക്കാം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 15 താഴത്തെ ബോക്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, so the two terms in specific position of some arithmetic sequences are given below. Write the first 5 terms of each. എന്ത് ചെയ്യണം? നമുക്ക് 2 ടേം തന്നിട്ടുണ്ട്. ആ 2 ടേം വെച്ചിട്ട് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഭയങ്കര സിമ്പിളാണേ. ആ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ നമുക്ക് ഇതെൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പൊസിഷനും ടേമും ഒക്കെ ഒന്ന് എഴുതി വെക്കാവേ. പൊസിഷൻ, ടേം. ഫസ്റ്റ് പൊസിഷനിൽ ആരാന്ന് നമുക്കറിയത്തില്ല, സെക്കൻഡ് പൊസിഷനിൽ ആരാന്ന് നമുക്കറിയത്തില്ല, തേർഡ് പൊസിഷനിൽ 34 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോർത്ത് പൊസിഷനിൽ ആരാന്നും അറിയത്തില്ല, ഫിഫ്ത്ത് പൊസിഷനിലും ആരാന്ന് അറിയത്തില്ല, സിക്സ്ത് പൊസിഷനിൽ 67 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫസ്റ്റ് 5 ടേംസിനെയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ മിസ്സിംഗ് ടേംസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സെയിം സംഭവം എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഉറപ്പായിട്ടും നമുക്ക് കോമൺ ഡിഫറൻസ് വേണമല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന 2 ടേംസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടേംസാണ് തന്നേക്കുന്നത്? തേർഡും സിക്സ്ത്തും. അപ്പോൾ നമ്മൾ സിക്സ്ത് ടേമിനെ തേർഡ് ടേമിൻ്റെ ടേംസിൽ എഴുതും. എങ്ങനെ? സിക്സ്ത് ടേം എന്ന് പറയുന്നത്, ഈ സിക്സ്ത് ടേം എന്ന് പറയുന്നത് തേർഡ് ടേമിനോട് 1, 2, 3 കോമൺ ഡിഫറൻസസ് ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ സിക്സ്ത് ടേം എത്രയാ? സിക്സ്ത് ടേം 67 ആണ്. ഇനി തേർഡ് ടേം 34 ആണ്. പ്ലസ് 3 കോമൺ ഡിഫറൻസ്, നമുക്കറിയത്തില്ല കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3D കണ്ടുപിടിക്കാനായിട്ട് 67ൽ നിന്ന് 34 മൈനസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33 എന്ന് കിട്ടും. ഇതാണോ കോമൺ ഡിഫറൻസ്? അല്ല, ഇതല്ല കോമൺ ഡിഫറൻസ്. 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 33 കിട്ടുക. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? ആ 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 11. കിട്ടിപ്പോയി, കോമൺ ഡിഫറൻസ് കിട്ടിപ്പോയി. ഇനി ഈസി അല്ലേ, നമുക്കറിയാലോ. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 34നോട് 11 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. 45നോട് 11 ആഡ് ചെയ്യുക, 56 എന്ന് കിട്ടും. 56നോട് 11 ആഡ് ചെയ്തപ്പോഴല്ലേ 67 വന്നേ. അപ്പോൾ അവിടെ ഓക്കെ ആയി. ഇനി ഈ വശം നോക്കാം. ഓക്കെ, 34 എന്തായിരിക്കും? 11 കുറയ്ക്കുന്നതായിരിക്കും അല്ലേ. റൈറ്റിലേക്ക് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 34ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ നമുക്ക് 23 കിട്ടും. 23ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആവശ്യമായിട്ടുള്ള സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസ് 12, 23, 34, 45 ആൻഡ് 56 ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരെണ്ണം നമുക്ക് ചെയ്യാവേ. സെക്കൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, തേർഡ് ടേം തന്നേക്കുന്നത്. തേർഡ് ടേം അല്ലെങ്കിൽ x3 എന്നൊക്കെ പറയാം കേട്ടോ. തേർഡ് ടേം 43, സിക്സ്ത് ടേം അതിനെ ഞാൻ x6 എന്ന് വിളിക്കട്ടെ, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് x6 അല്ലെങ്കിൽ സിക്സ്ത് ടേം 76 ആണ്. ഓക്കെ, ഇവർ രണ്ടുപേരും ഒരാളാണ് കേട്ടോ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നേ. ഓക്കെ, അപ്പം നമ്മൾ തെറ്റിപ്പോവാതിരിക്കാനാണ് ഇത് ഈ ഒരു രീതിയിൽ എഴുതുന്നത്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇല്ലാതെ നേരെ എഴുതി പൊയ്ക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബെറ്റർ ഇതിങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. പൊസിഷൻ, ടേം. ഫസ്റ്റ് ടേം നമുക്കറിയത്തില്ല, സെക്കൻഡ് ടേം നമുക്കറിയത്തില്ല, തേർഡ് ടേം 43 ഞാൻ തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം നമുക്കറിയത്തില്ല, ഫിഫ്ത്ത് ടേം നമുക്കറിയത്തില്ല, സിക്സ്ത് ടേം 76 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സെയിം മെത്തേഡ് അല്ലേ. ഇപ്പോൾ തേർഡും സിക്സ്തും തന്നെയാണ് തന്നേക്കുന്നതും. അപ്പോൾ സിക്സ്ത് ടേം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ എഴുതുവാണേ. തേർഡ് ടേമിനോട് 1, 2, 3 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. 2 എന്ന് എഴുതരുത്, 2 ടേമാണ് മിസ്സിങ്. കോമൺ ഡിഫറൻസ് 3 ഉണ്ട്. വീണ്ടും സിക്സ്ത് ടേം എന്ന് പറയുന്നത് 76 ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് 43 ആണ്, പ്ലസ് 3D.
അല്ലേ? 3D is equal to 76 minus 43. 33 അല്ലേ? ഇത് തന്നെയല്ലേ മുമ്പേ ചെയ്തേ നമ്മൾ? 33. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 11 തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ വീണ്ടും പറഞ്ഞ പോലെ 43 + 11 വരുമ്പോൾ 54. 54 + 11 വരുമ്പോൾ 65. അടുത്തത് 76. ഇങ്ങോട്ട് വരുമ്പോഴോ 32 വരും. ഇവിടെ 21 വരും. ഇതാണ് അടുത്ത സീക്വൻസ്. ഇനിയുള്ള അടുത്ത രണ്ടെണ്ണം. അവിടെ മൂന്നാമത്തത് നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുന്നത് 2 ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 3 ആണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു സാധനം തോന്നിയില്ലേ? അത് സാധാരണ എല്ലാവർക്കും തോന്നുന്നതാണ്, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അതെങ്ങനെയാണ് തേർഡും ഫിഫ്ത്തും ടേം ഫോർത്ത് ടൈം ആണെങ്കിൽ പിന്നെയും വേണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് കുറച്ചെങ്കിലും പേര് പോയിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈം നമുക്കറിയത്തില്ല, സെക്കൻഡ് ടൈം അറിയത്തില്ല, തേർഡ് ടേം 2 ആണ്, ഫോർത്ത് ടേം അറിയത്തില്ല, ഫിഫ്ത്ത് ടേം 3. ഓക്കെ, കണ്ടുപിടിക്കാം. നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കണ്ടേ. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും? 2 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും. 3 2 അല്ലേ 5. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ടേം 3 ആണ്, ഈസ് ഈക്വൽ ടു തേർഡ് ടേം 2 ആണ്, പ്ലസ് 2 കോമൺ ഡിഫറൻസ്. അത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ 2D എന്ന് പറയുന്നത് 3 - 2, അതായത് 1. എന്ന് വെച്ചാൽ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പം ഒരു കോമൺ ഡിഫറൻസ് ഹാഫ് ആയിരിക്കുമല്ലോ, ഹാഫ് പ്ലസ് ഹാഫ് അല്ലേ? അല്ലെങ്കിൽ D ഈസ് ഈക്വൽ ടു 1/2. കണ്ട, അരയാണ് നമ്മളുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ കൂട്ടിക്കോ. 2വിനോട് ഹാഫ് കൂട്ടുമ്പോൾ 2 1/2, 2വിനോട് ഹാഫ് കുറയ്ക്കുമ്പോൾ 1 1/2, 1 1/2നോട് ഹാഫ് കുറയ്ക്കുമ്പോൾ 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സീക്വൻസ്. മനസ്സിലായില്ലേ? ഇനി ഫോർത്ത് വൺ, നാലാമത്തെ ക്വസ്റ്റ്യനെ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ടേം 8, ഫിഫ്ത്ത് ടേം 8, നയൻത്ത് ടേം 10. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? പൊസിഷനെ ഞാൻ P എന്ന് എഴുതിക്കോട്ടെ, ടേമിനെ ഞാൻ T എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്ത് പൊക്കോയേ. ഫസ്റ്റ് ടേം അറിയത്തില്ല, സെക്കൻഡ് ടേം അറിയത്തില്ല, തേർഡ് ടേം അറിയത്തില്ല, ഫോർത്ത് ടേം അറിയത്തില്ല, ഫിഫ്ത്ത് ടേം 8 ആണ്, സിക്സ്ത് ടേം അറിയത്തില്ല, സെവൻത്ത് ടേം അറിയത്തില്ല, എയ്ത്ത് ടേം അറിയത്തില്ല, നയൻത്ത് ടേം 10 ആണ്. ബാക്കി എല്ലാമാരെയും കാണാതെ പോയി, ഇതിലെയോ പോയേക്കുക. നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമുക്ക് അറിയാവുന്ന പോലെ നയൻത്ത് ടേം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേമിനോട് എത്ര കൂട്ടുന്നതാ? എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാ? 4 കോമൺ ഡിഫറൻസ്. 4 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാ അല്ലേ? ഇത് ഡി, ഇത് ഡി, ഇത് ഡി, ഇത് ഡി. എത്ര ഡി ഉണ്ട്? 4 കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പം നയൻത് ടേം ആയിട്ടുള്ള 10 കിട്ടുന്നത് ഫിഫ്ത്ത് ടേം ആയ 8നോട് 4 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. അപ്പോൾ ഈ 4 കോമൺ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 10 - 8 വിച്ച് ഈസ് 2. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താകും? 2 ഡിവൈഡഡ് ബൈ 4 അല്ലേ? 2 ഡിവൈഡഡ് ബൈ 4 ഒരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ എക്സിസ്റ്റ് ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കണം. എങ്ങനെ? ഇതിനെയും ഇതിനെയും ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 ഡിവൈഡഡ് ബൈ 2 1, 4 ഡിവൈഡഡ് ബൈ 2 2, 1/2. ഇതാണ് നമ്മളുടെ കോമൺ ഡിഫറൻസ്. അരയോ? യെസ്, അര തന്നെ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിച്ചാലോ? 8നോട് ഹാഫ് ആഡ് ചെയ്യുക. അപ്പോൾ 8 1/2, 8 1/2നോട് ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 9, 9നോട് ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 9 1/2. ഇനി തിരിച്ച് ഇവിടെയുള്ളവന്മാരെ കണ്ടുപിടിക്കണം. 8നോട് ഹാഫ് കുറയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ 7 1/2, 7 1/2നോട് ഹാഫ് കുറയ്ക്കുമ്പോൾ 7, 7നോട് ഹാഫ് കുറയ്ക്കുമ്പോൾ 6 1/2, 6 1/2നോട് ഹാഫ് കുറയ്ക്കുമ്പോൾ 6. ഓക്കെ, അപ്പോൾ എന്താണ്? ഇങ്ങോട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ ആഡ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. അടുത്ത് ചെയ്യാം ഫിഫ്ത്ത് വൺ, അവിടുത്തെ ലാസ്റ്റ് വൺ ആണേ. ഫിഫ്ത്ത് ടേം 7, ഫിഫ്ത്ത് ടേം 7, സെവൻത്ത് ടേം 5, സെവൻത്ത് ടേം 5. അപ്പോൾ വീണ്ടും പൊസിഷനും ടേമും 1 2 3 4 പൊസിഷനുള്ളവരെ തന്നിട്ടില്ല. ഫിഫ്ത്ത് പൊസിഷനിൽ 7 ആണ്, സിക്സ്ത് പൊസിഷൻ അറിയില്ല, സെവൻത്ത് പൊസിഷനിൽ 5 ആണ്. ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? 7th ടേം എന്ന് പറയുന്നത് 5th ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാ? 5th 5 + 2 ആണ് 7. അപ്പോൾ 5 + 2 5th ടേം + 2D. 7th ടേം 5 ആണ്, 5th ടേം 7 ആണ്, പ്ലസ് 2D അല്ലേ? അപ്പോൾ 2D എന്ന് പറയുന്നത് 5 - 7 ആണ്. ഇത് മാറിപ്പോല്ലേ? ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലേക്ക് നിങ്ങൾ അങ്ങ് മാറ്റും. അങ്ങനെ ചെയ്യരുത്. ഈ 5 - 7 5 - 7 തന്നെയാണ്, 7 - 5 അല്ല. ഓക്കെ, അപ്പോൾ 5 - 7 അതായത് 7 - 5 2 ആണ്. അങ്ങനെ ആകുമ്പോൾ 5 - 7 -2 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ D കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ഇവിടെ ഉണ്ട്. ഈ 2 ഇപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാം ബൈ 2, അത് -1 ആണ്. ഓക്കെ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, മൈനസ് ഇടുക, അപ്പം -1 കിട്ടും. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് -1 ആണ്. ഇതെങ്ങനെ സാധിക്കും എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ 5th ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 6th ടേം കിട്ടുക. അപ്പോൾ 7നോട് കോമൺ ഡിഫറൻസ് ആയ -1 ആഡ് ചെയ്യുക. അപ്പം 7 + -1 ഇതെന്ന് വെച്ചാൽ 7 - 1 ആണ്, അതായത് 6 ആണ്. അപ്പോൾ 6th ടേം 6 ആണ്. ഓക്കെ, ഇനി 5th ടേമിനോട് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താലാണ് ഇപ്പുറത്തേക്കുള്ള ആൾക്കാരെ കിട്ടുക. അപ്പോൾ 5th ടേമായ 7നോട് കോമൺ ഡിഫറൻസ് ആയ -1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 7 - -1. അപ്പോൾ ഈ മൈനസും മൈനസോടെ എന്ത് ചെയ്യും? പ്ലസ് ആകും. ഈ മൈനസ് ഈ 1ൻ്റെ -1 നെഗറ്റീവ് നമ്പറിൻ്റെ സൈനാണ്. ഇത് സബ്ട്രാക്ഷൻ്റെ സിമ്പിളാണ്. മാറിപ്പോലെ ഇവ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ, ഇടയ്ക്ക് നമ്പർ ഇല്ലാതെ ഒരുമിച്ച് വന്നാൽ പ്ലസ് ആകും. 7 + 1 അതായത് 8 ആകും. അപ്പോൾ ഇത് 8 ആകും. ഇനി 4th ടേമിനോട് -1 അതായത് 8 + 1 വിച്ച് ഈസ് 9 വരും. അപ്പോൾ ഇത് 9 ആകും, ഇത് 10 ആകും, ഇത് 11 ആകും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ മക്കളെ, നമ്മളുടെ പേജ് നമ്പർ 15 പൊസിഷൻ ആൻഡ് ടേംസ് എന്നുള്ള ഒരു പോർഷൻ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത പോർഷൻ ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തുണ്ട്, എങ്ങനെ ഫീൽ ചെയ്യുന്നു? നിങ്ങൾ 10ാം ക്ലാസ് തുടങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഈസി ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഫുൾ മാർക്ക് മേടിക്കണം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷനായിട്ട് കാണാം. നോട്ട്സ് വേണ്ടവർ നമുക്ക് മെസ്സേജ് ചെയ്യുക. നോട്ട്സ് PDF ആയിട്ട് നമ്മൾ അയച്ചു തരാം കേട്ടോ. അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോ. നമുക്ക് 10th എല്ലാ പോർഷൻസും കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പോർഷനായിട്ട് വേഗം വരാം. ഓക്കെ, ബൈ.